ഹലോ, നമുക്കുണ്ടല്ലോ ഒരു തട്ടിക്കൂട്ട് ഷവായ ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ഇതിനുണ്ടല്ലോ നമുക്ക് കുക്കർ ഷവായ എന്ന് വിളിക്കാം. നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷവായ. നോർമലി ഞാൻ മസാലയൊക്കെ പുരട്ടി തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുക്കറിൽ വിസിലടുപ്പിച്ചിട്ട് എണ്ണയിലിട്ട് പൊരിക്കുകയാണ് ചെയ്തത്. 2 വിസിലാട്ടോ അടുപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല റെഡിയാക്കി. മസാലയിൽ പൊടികളും പിന്നെ തക്കാളി, വെളുത്തുള്ളി, കാശ്മീരി ചില്ലി പൗഡർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മസാല ഒന്ന് എണ്ണയിലിട്ട് വേവിച്ചു. അതായത് ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട് വേവിച്ചതിന് ശേഷം ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. ഞാൻ ഇത് നൂലപ്പം കൂട്ടിയിട്ടാണ് ട്രൈ ചെയ്തത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ട് ഷവായൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഇങ്ങനെ റെസിപ്പി യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ കിട്ടും. ഞാനും അങ്ങനെ യൂട്യൂബ് നോക്കി. അപ്പം എങ്ങനെയാ കഴിക്കല്ലേ? അങ്ങനെ യൂട്യൂബിൽ ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ഷവായും അത് കഴിഞ്ഞിട്ട് നൂലപ്പവും എല്ലാവരും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഗ്രേവിയൊക്കെ ഇട്ടിട്ട് ആ ഒരു കെച്ചപ്പിലൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കണം. എൻ്റെ മോനെ എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാട്ടിലും അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചിക്കൻ വറുത്തപ്പോൾ കുറച്ച് ഉപ്പ് കൂടി പോയായിരുന്നു, പക്ഷെ ആ മസാല ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ. റെസിപ്പി നോക്കി ഉണ്ടാക്കാം കേട്ടോ. അടിപൊളിയാ.